പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പം ടെക്നിക്കൽ പ്രയാസങ്ങൾ വന്നതുകൊണ്ട് 10-20 മിനിറ്റ് ലേറ്റായി പോയതിൽ സദയം ക്ഷമ ചോദിക്കുന്നു. ഇപ്രകാരം ഒരവസരം ഒരുക്കപ്പെട്ടതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശേഷാൽ അങ്ങനെ ഒരു സാവകാശം ഒരുക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനാധുനിയുടെ ഡയറക്ടറുമായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവർകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഭാരവാഹികൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശ്രോതാക്കളായി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു തീം പ്രിയ ദൈവദാസന്മാരിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുകയും അത് ഈ ദിവസങ്ങളിൽ അഭിഷിക്തരായ ദൈവദാസന്മാരിലൂടെ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവല്ലോ. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് പ്രകാശിപ്പിച്ചതിനൊത്തവണ്ണം ഇന്ന് ഈ സന്ധ്യാസമയത്ത് പ്രസ്തുത വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം സംസാരിപ്പാൻ വലിയവനാ ദൈവത്തിന്റെ കൃപയിൽ ഞാനും ശരണപ്പെടുന്നു. അതിനാസ്പദമാക്കിയൊരു വേദഭാഗം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്ത് കർത്താവേ, ഞങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഗ്രഹിപ്പിച്ചതിനൊത്തവണ്ണം ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. ഇന്ന് പകരാവിലെ തൽക്കാലം എളിവനെയും കർത്താവെ പ്രാർത്ഥനാധ്വനി സഹകാരികളെയും ഇപ്പോൾ ഈ ലൈവിൽ ആമേൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ ചിറകടി പൊതിഞ്ഞ് ഞങ്ങൾക്ക് കർത്താവിന്റെ അത്യന്ത ശക്തിയുടെ അളവറ്റ വ്യാപാരത്തെ ഗ്രഹിച്ച് അതിന് തക്കവണ്ണം ദൈവനാമത്തിന് മഹത്വം കൊടുപ്പാനിടയാകേണ്ടതിന് വലിയവനാ ദൈവം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ദി പവർ ദാറ്റ് പ്രൊവൈഡിങ് ഇൻ അസ്, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. സ്തോത്രം. കർത്താവിന്റെ വലിയ കൃപയാൽ ദൈവത്തിന്റെ ശക്തിക്ക് ഒത്തവണ്ണം അല്പനേരം നമുക്ക് ഒരുമിച്ച് തിരുവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കാം. സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വ്യാപരിക്കുന്ന ശക്തികളുണ്ട്. ആമേൻ. ആ ശക്തി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊത്ത നിലവാരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ് ആ ശക്തിയുടേതായിരിക്കുന്ന പ്രകടനം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ ശക്തിയുടേതായിരിക്കുന്ന മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ഭരിക്കുന്നത് അഥവാ ഭരിക്കുമാറാകേണ്ടത് ദൈവത്തിന്റെ ആമേൻ ആത്മാവിന്റെ ശക്തിയാലാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് ദുരാത്മാവിന്റെ ശക്തിയാലും നമ്മളെ നയിച്ചുകൊണ്ടിരുന്ന അനേക പശ്ചാത്തലങ്ങളും അതിന്റെ പിന്നിൽ വ്യാപരിച്ച ശക്തികളുമൊക്കെ വിവിധ നിലവാരത്തിൽ നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നു അഥവാ നടത്തിക്കൊണ്ടിരുന്നു. അന്ന് നമുക്കുണ്ടായിരുന്ന അനുഭവങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ആമേൻ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ക്രിസ്തുയേശുവിനായി വേർപെട്ടതിന് ശേഷം നമ്മെ നയിക്കുന്ന ശക്തിയുടെയുമായിട്ടുള്ള വ്യത്യാസത്തെ ഒരു കർത്താവിന്റെ പൈതലിനെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും അഥവാ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തമ്മിൽ ശക്തി തന്നിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അതിൻ്റെതായിരിക്കുന്ന ലിമിറ്റേഷൻസും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഓൾ ഓഫ് എ സഡൻ അതിനെ സോൾവ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മളാൽ ആവോളം നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കും. സർവ്വസാധാരണമാണ്. അവിടെ പരാജയപ്പെടുമ്പോൾ ഒടുവിൽ നാം വന്നു ചേരുന്നത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്ന നാൾ മുതൽ അവനിൽ വ്യാപരിക്കുന്ന അഥവാ അവനിൽ വ്യാപരിക്കേണ്ടുന്നതായ ശക്തി നമ്മുടേതല്ല, സ്വയത്തിൻ്റെതല്ല, മറിച്ച് അത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ്. ആമേൻ. നമുക്കൊരു വേദഭാഗം പരിശോധിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. എങ്കിലും ഈ അത്യന്ത ശക്തി സ്വന്തമല്ല, സ്വയത്താൽ ഉളവായതല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരുമാറാകേണ്ടതിന് മൺപാത്രങ്ങളിലത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ മൺപാത്രത്തെ എത്രത്തോളം കെയർഫുള്ളായി, എത്രത്തോളം വിശുദ്ധിയോടുകൂടെ ആമേൻ സൂക്ഷിക്കപ്പെടുമാറാകണം എന്നത് അവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിട്ട് അവൻ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും സ്തോത്രം വഴി ഇതല്ല ഇതാകുന്നു എന്ന് നമ്മുടെ അന്തരാത്മാവിലൂടെ നമ്മിൽ ആമേ പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന, സംസാരിക്കുന്ന അദൃശ്യമായ ഒരു ശക്തി. ഒരു കാലത്ത് നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചു, തോന്നിയതുപോലെ തീരുമാനങ്ങൾ എടുത്തു, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു പരാജയപ്പെട്ടെടുത്ത് സ്തോത്രം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നവന്റെ അത്യന്ത ശക്തിയാൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വേർപാടും വിശുദ്ധ ജീവിതവും അനുഷ്ഠിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ നടത്തുന്ന, നയിക്കുന്ന ഒരത്യന്ത ശക്തി. സ്തോത്രം. അത് മാമേൻ ബലഹീനമായ പാത്രത്തിലാണ് തന്നിരിക്കുന്നത്. സ്തോത്രം. ബലഹീനമായ പാത്രം. പൗലോസ് അപ്പോസ്തലൻ ഭാഷ പറഞ്ഞാൽ കുലഹീനമായ പാത്രം. സ്തോത്രം. ഏത് നിമിഷവും ഉടഞ്ഞു പോകാമെന്നൊരു പാത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ്, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ സ്തോത്രം 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. സമൂഹം അംഗീകരിക്കാത്ത, ലോകം അംഗീകരിക്കാത്ത, ജ്ഞാനികൾക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഭോഷത്വമായ, ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഭോഷത്വമായ ഒരു തെരഞ്ഞെടുപ്പ്. ദൈവത്തിന് സ്തോത്രം. കേവലം മുക്കുവരും വിദ്യാഭ്യാസമില്ലാത്തവരുമായ ഒരു കൂട്ടം ആൾക്കാരെ തെരഞ്ഞെടുത്ത കർത്താവ്, ദൈവത്തിന് സ്തോത്രം, അവരിലേക്ക് ഈ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ അവരെ ദൈവം ഉപയോഗിച്ച വിധങ്ങളെ നമുക്ക് വിശുദ്ധ വേദ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ആ 1-ാം അധ്യായത്തിൽ തന്നെ 18-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. ആമേൻ. നാശത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂശിന്റെ വചനം ഒരു ഭോഷത്വമായിരിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുന്ന നമ്മെ സംബന്ധിച്ച് ദൈവത്തിന്റെ ശക്തിയായിട്ട് മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ശക്തി ആമേൻ അതിന് വിധേയപ്പെട്ട് അനുസരണക്കേട് കാണിക്കാതെ ആമേൻ ദൈവകൃപയെ ശരണപ്പെട്ട് മുന്നേറുമ്പോഴാണ് ഈ ശക്തിയുടേതായിരിക്കുന്ന മഹത്വം അത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം കാരണമായി തീരുമാറാകുന്നത്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഈ ശക്തിയുടെ പ്രകടനത്തെ കുറിച്ച് ഞാൻ പഴയ നിയമത്തിലൂടെ കൂടെ അല്പം ഒന്ന് ടച്ച് ചെയ്ത് മുമ്പോട്ട് പോകണം എന്ന് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ആമേൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളിൽ മോശ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു നിൽക്കുന്ന ഒരു ജനം അല്ലെ, ദൈവത്തിന്റെ ശക്തിയുടേതായിരിക്കുന്ന ചില രീതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രാരംഭമായിട്ട് ദൈവത്തിന്റെ സ്തോത്രം, അടിമത്തത്തിൽ കിടന്ന ഒരു ജനതയെ
വാഗ്ദത്തപ്രകാരം വാഗ്ദത്തമുണ്ടായിരുന്ന ഒരു ജനതയെ വിടുവിച്ചു കൊണ്ടുവന്നിട്ട് വേറെ പല വഴികളുണ്ടായിരുന്നിട്ടും ദൈവമായ കർത്താവ് ചെങ്കടലിന്റെ തീരത്ത് തന്നെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവർ വിളിച്ച ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് കാണിക്കുവാനും എപ്പോഴും പിറുപിറുപ്പും പിന്മാറ്റ സ്വഭാവ പ്രകൃതവും ഉണ്ടായിരുന്നവരെ ദൈവത്തിന്റെ വഴിയിലൂടെ നടത്തുവാനുമായിട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്ന് ജനമാകെ അന്ധാളിച്ച് നിൽക്കുകയാ. ആരുടെ അടുത്തുനിന്ന് വിടുവിക്കപ്പെട്ടു വന്നോ അതേ ആമേൻ ഇവരെ പിന്തുടർന്ന് വീണ്ടും കൊണ്ടുപോകാൻ വരുന്നവരുടെ മധ്യത്തിൽ മുമ്പോട്ടോ വശങ്ങളിലേക്കോ പോകാൻ നിവൃത്തിയില്ലാതെ തിരിഞ്ഞോടിയാൽ ശത്രുവിന്റെ കയ്യിൽ ചെന്ന് വീടുന്നൊരു ആമേൻ അനുഭവത്തിൽ നിൽക്കുമ്പോൾ മോശയോട് പിറുപിറുത്തുകൊണ്ട് മോശയെ എറിയാൻ കല്ലുമായി അവർ നിൽക്കുന്ന സമയത്ത് മോശ അവരിലേക്ക് പറയാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ആമേൻ. പലപ്പോഴും നമ്മൾ വേണ്ടാത്തത് കയറി മിണ്ടുമ്പോഴാണ് ദൈവപ്രവൃത്തി അതിൻ്റെതായ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുക. സ്തോത്രം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. സ്തോത്രം. ചില സാഹചര്യങ്ങളിൽ പിടിച്ചിരിക്കാൻ കഴിയാതെ ഭയത്തിന്റെ ഉത്കണ്ഠയുടേതായ ആധിക്യ നിമിത്തം പലതും പുലമ്പുന്ന ഒരു അനുഭവം. സ്തോത്രം. എന്നാൽ മോശ പറയാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഭയപ്പെടേണ്ട. ഫറവോന്റെ മഹാത്മ്യമുള്ള അവന്റേതായിരിക്കുന്ന ദുഷ്ടത നിറഞ്ഞ അവന്റേതായിരിക്കുന്ന പവറിൽ നിന്നും വിടുവിച്ചുവിടം വരെ കൊണ്ടുവരുവാൻ ദൈവം പ്രാപ്തനായെങ്കിൽ ഇനിയും നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ആമേൻ. ഞാൻ വിക്കനാ കർത്താവേ, വാക്ചാതുര്യമില്ലാത്തവനാണ്, പറയാവുന്ന ഒന്നിനും കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞ് തന്റെ കഴിവുകേടുകളെ നിരത്തിയ സ്ഥാനത്ത് ഞാൻ നിന്റെ കൂടെ ഇരിക്കും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ശക്തി മോശയുടെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, കേവലം ആമേൻ ഒരു മനുഷ്യനായ മോശെ ദൈവത്തിന് സ്തോത്രം പറയാണ്, ആമേൻ നിങ്ങൾ ഹല്ലേലൂയ മിണ്ടാതിരിക്കുക, ഭയപ്പെടരുത്. ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ആമേൻ. അങ്ങനെ മോശയിലൂടെ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ആദ്യം ശത്രു ദൈവജനത്തിനോടൊപ്പം ആമേൻ അടുത്ത് വരാതിരിക്കാൻ തക്കവണ്ണം മുൻപിലായിരുന്ന ദൈവത്തിന്റെ മഹത്വം അവരുടെ ഇടയിൽ വന്നിട്ട് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി. എന്നിട്ട് മോശയോട് ദൈവം കൽപ്പിച്ചതിനൊത്തവണ്ണം സ്തോത്രം ചെങ്കടലിനെ ദൈവം തമ്പുരാൻ വിഭാഗിച്ചു. സ്തോത്രം. കേവലം ഒരു മനുഷ്യനായിരിക്കുന്ന മോശ തന്റെ കരം അഥവാ വടി ചെങ്കടൽ മേൽ നീട്ടുമ്പോൾ ആ ചെങ്കടലിൽ പെട്ടെന്ന് ആമേൻ സ്തോത്രം കടിയ കാറ്റടിപ്പിച്ചിട്ട് ആ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച് അതിന്റെ മധ്യത്തിലൂടെ ജനത്തിന് കടന്നു പോകുവാൻ തക്കവണ്ണം ഒരു പാതയൊരുക്കുന്ന ദൈവത്തിന്റെ രക്ഷയുടെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് കാര്യം അവിടെ കാണിക്കുകയാണ്. അതിനുശേഷം അവർ അതിലൂടെ കടന്ന് മറുതീരമെത്തുന്നു. അത് സ്നാനത്തിനൊരു മുൻകുറിയെന്ന് നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എന്നാൽ ദൈവജനത്തെ രക്ഷിച്ച അതേ പാതയിലൂടെ അവരെ പിടിക്കുവാനായി, അവരെ ഒതുക്കുവാനായി, ബന്ധിക്കുവാനായി കടന്നു വന്ന ശത്രു സൈന്യവും അതിനെ പിൻഗമിക്കുന്ന കണ്ടപ്പോൾ ജനത്തിന് അല്പമില്ലാത്ത ഭയമുണ്ടായി. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കരം നീട്ടിയപ്പോൾ വിഭാഗിച്ച ചെങ്കടൽ വീണ്ടും ഒന്നാകാൻ തക്കവണ്ണം തിരിച്ച് കരം നീട്ടാൻ പറഞ്ഞു. ദൈവത്തിനൊക്കെ ചെയ്താൽ മതി. പക്ഷെ ദൈവം ഒരുവന്റെ മേൽ ശക്തി പകർന്നാൽ അവനെ ഉപയോഗിക്കുന്ന വിധം ദൈവം പ്രകടമാക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മോശ വീണ്ടും കൈ നീട്ടിക്കഴിഞ്ഞപ്പോൾ ചെങ്കടൽ പിന്നെയും പഴയ രീതിയിലായി. ശത്രുഗണത്തെ ഒന്നാകെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ ദൈവത്തിന്റെ വലിയ മഹത്വം, തന്റെ ശക്തിയുടെ പ്രകടനം അവിടെ വെളിവാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ രക്ഷിക്കുന്ന അഥവാ വിടുവിക്കുന്ന ശക്തിയാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ശ്രമമല്ല, നമ്മിൽ ഹല്ലേലൂയ വ്യാപരിപ്പിക്കുന്ന, നമ്മോട് സുവിശേഷം പറഞ്ഞ്, നമ്മോട് രക്ഷാദൂത് പറഞ്ഞ് നമ്മെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ ദൈവത്തെ ഒരുക്കപ്പെട്ട അഭിഷിക്തരിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാലാണ് നാം ആകർഷിക്കപ്പെട്ടിട്ട് യേശുവിൽ വിശ്വസിക്കുവാനുള്ളതായ ഒരു ഹൃദയം നമുക്ക് തരുമാറാകുന്നത്.
കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് ദൈവശക്തിയാണ്. റോമർ 1:16-17 നമുക്കൊന്ന് നോക്കാനോട് ബന്ധത്തിൽ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ആമേൻ. സുവിശേഷത്തിൽ കൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മഹത്തരമായ ദൗത്യമാണ്. അതിനകത്ത് ദൈവത്തിന്റെ ശക്തി അന്തർലീനമായിരിക്കുകയാ. ആ സുവിശേഷ ആത്മാവോടുകൂടെ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, സുവിശേഷം വ്യക്തിഗതമായി പറയുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ആമേൻ ആ വ്യക്തിയിലേക്ക് കടന്നു ചെന്നിട്ട് ആമേൻ അതിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ആ സുവിശേഷത്തിലെ ശക്തി അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വായിക്കുന്നു, ഈ ശക്തി എങ്ങനെ കിട്ടും? കൃപയാൽ കിട്ടിയത്. എഫേസ്യർ 2:8-9. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ സുവിശേഷത്തിന്റെ അകത്ത് അന്തർലീനമായി കിടന്ന പ്രൈസ് ദി ലോർഡ് ആ ദൈവത്തിന്റെ ശക്തിയാണ് ആമേൻ രക്ഷയുടെ ആദ്യഘട്ടത്തിൽ പോലും ആമേൻ നമ്മിൽ വ്യാപരിപ്പിച്ചിട്ട് ദൈവകൃപയിൽ വളരുവാൻ തക്കോണം നമുക്ക് ഇടയാക്കി തീർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനോടുള്ള ബന്ധത്തിൽ രണ്ടാമതായിട്ട് പോഷിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. സ്തോത്രം അല്ലേ? നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 16-4 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 17:6 ഇവിടൊക്കെ വായിക്കുമ്പോൾ ആമേൻ മരുഭൂമിയിലൂടെ നടത്തിയ ജനത്തിന് സ്തോത്രം ദിനം തോറും അവർക്ക് ഭോജ്യമായി, അവർക്ക് പോഷകമായി മന്നായെ വർഷിപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവനെ രക്ഷിച്ച് അങ്ങ് വിടുകയല്ല, പിന്നെയോ രക്ഷയിലേക്ക് വന്നവരെ, ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവരെ അനുദിനം പോഷിപ്പിച്ച് നടത്തുന്ന ദൈവത്തിന്റെ ശക്തി. സ്തോത്രം. അന്ന് തന്നെ 12:6 വായിക്കുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുന്നതിനെ കുറിച്ച്, അതിനുമുമ്പ് മാറയെ ദൈവം മധുരമാക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓടിച്ചങ്ങ് പോകുകയാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ. മത്തായി 4:4 അതിനും അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട്, ആ വചനത്തിന്റെ ശക്തി ആമേൻ സ്തോത്രം, ആ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് ജീവിക്കുന്നു. നമുക്കറിയാം, നമുക്ക് 40 ദിവസം വരെ ഉപവസിക്കുന്നവരുണ്ട്, വെള്ളം കുടിക്കാതെ ഉപവസിക്കുന്നവരുണ്ട്. ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ആഹാരമില്ലാതെ പോയാൽ, ചിലർക്ക് ഒരു നേരം ആഹാരമില്ലാതെ പോയാൽ വീണുപോകും. ആമേൻ. എന്നാൽ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് 40 ദിവസമൊക്കെ അങ്ങോട്ട് ഉപവസിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് ആ മാതൃക കാണിച്ചു തന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ മരുഭൂമിയിലേക്ക് പോയി. സ്തോത്രം. അവിടെ 40 ദിവസം ആമേൻ 40 രാത്രിയും 40 പകലും ആമേൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ പരീക്ഷിക്കാൻ പിശാച് വന്നതായിട്ട് മത്തായിയിൽ കാണുന്നു. എന്നാൽ ലൂക്കോസ് പറയുന്നു 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 40 ദിവസവും പരീക്ഷയായിരുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെയും പോഷിപ്പിക്കുന്ന ആമേൻ തന്നെ ശുശ്രൂഷിക്കാൻ ദൂതന്മാരെ കർത്താവ് ആക്കിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, ഹല്ലേലൂയ ആമേൻ, പോരാടുവാൻ പരീക്ഷിക്കാൻ വരുന്ന അന്യായ ശക്തികളുടെ മേലെ ജയമെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പോഷിപ്പിക്കുന്ന ഒരു ശക്തി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:19 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, എന്റെ ദൈവമോ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളെയും മഹത്വത്തോടെ തന്റെ ധനമാഹിത്യത്തിൽ ഒത്തവണ്ണം പൂർണ്ണമായും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് ദൈവത്തിന്റെ മക്കൾക്ക് ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സാത്താന്യ ശക്തിക്കും ദൈവത്തിന്റെ ജനത്തെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആമേൻ. മൂന്നാമതായിട്ട് അവിടെ നമ്മൾ കാണിക്കുന്നുണ്ട് പ്രൈസ് ദി ലോർഡ്, ജയം നൽകുന്ന അഥവാ വിടുതൽ നൽകുന്ന ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി.
പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു അധ്യായമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ യെരിഹോ എന്ന് പറയുന്ന ഒരു പട്ടണം, സ്തോത്രം, കനാന്യ ദേശത്തിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ കനാന്യരെ പിടിക്കുവാൻ തക്കവണ്ണം, ആമേൻ, യോശുവയിൽ വ്യാപരിച്ച ശക്തി കനാൻ ദേശത്തിന്റെ ആമേൻ സെൻട്രൽ ഭാഗത്തുള്ള പട്ടണമായിരുന്നു യെരിഹോ. സ്തോത്രം. അതിന്റെ മതിലിന്റെ മഹത്വമൊക്കെ നമുക്കറിയാം. ആ മതിലിന്റെ മണ്ടയ്ക്ക് വീടുകളുണ്ട്. അപ്പൊ ആ മതിൽ എന്തുമാത്രം വിസ്താരമാ. സ്തോത്രം. അതിൽ പിടിച്ചെടുക്കാൻ പറ്റത്തൊന്നുമില്ല. എന്നാൽ യോശുവ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മതിലിന് ചുറ്റണം, 7-ാം ദിവസം കാഹളം ഊതും, അപ്പോഴല്ലാതെ നിങ്ങൾ മിണ്ടരുത്, അപ്പോൾ നിങ്ങൾ ആർപ്പിട്ടോണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 7-ാം ദിവസം കാഹളമൂതിയപ്പോൾ ജനം ആർപ്പിട്ടു, മതിൽ, ആമേൻ, സ്തോത്രം. ഇത് യോശുവയിൽ വ്യാപരിച്ച ഒരു ശക്തി. ദൈവത്തിന് സ്തോത്രം. ജനം സ്തുതിച്ചപ്പോൾ ആമേ ആ സ്തുതിയിലൂടെ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി നിമിത്തം ഇത്ര വലിയ ആമേ കോട്ടയെ തകർക്കുവാൻ, ആ യെരിഹോ മതിലിനെ തകർക്കുവാൻ ഇടയായി തീർന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ, അത് പരാജയത്തിന്റെ ശക്തി, പരാജയപ്പെടുത്തുന്നതല്ല, അത് വിടുവിക്കുന്ന, ജയം തരുന്ന ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ആമേൻ യോശുവയിലൂടെ ഈ ശക്തി വ്യാപരിച്ചപ്പോൾ, ആമേൻ, അതിന്റെ നടുക്കുള്ള പട്ടണമായിരിക്കുന്ന യെരിഹോയെ തന്നെ ആദ്യം പിടിക്കുവാൻ തക്കവണ്ണം കാരണമായതുകൊണ്ട്, അതുകൊണ്ട് സ്തോത്രം, കനാന്യ സൈന്യത്തെ പല ഭാഗത്തേക്കായി വിഭജിച്ചു കഴിഞ്ഞു. എല്ലാവരും ഈ നടുക്കോട്ട് ഓടി വരത്തക്ക രീതിയിലുള്ള പ്രവൃത്തി അവിടെ നടന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അതിന്റെ തെക്കും വടക്കുമുള്ള ബാക്കി പട്ടണങ്ങൾ പിടിച്ചെടുക്കുവാൻ ആമേൻ ജനത്തിന് വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ആമേൻ നിഷ്പ്രയാസം കനാന്യ ദേശത്തെ പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞത് നമുക്കവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മനുഷ്യൻ്റെതായിരിക്കുന്ന വ്യക്തിപരമായ പവറിലോ സ്വാധീനത്തിലോ അവൻ്റെതായിരിക്കുന്ന യാതൊന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, പൗലോസ് ഭാഷ എന്താ പറഞ്ഞാൽ, ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എഫെസോസിലുള്ള ദൈവത്തിന്റെ അറിയുവാൻ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം എഫെസ്യർ 6:10-11. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, മാംസരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോട്, അധികാരങ്ങളോട്, പിന്നെ അന്ധകാര ലോകാധിപതികളോട്, സ്തോത്രം, പ്രേസരോട്, ദുഷ്ടാത്മസേനയോട്. ഈ പോരാട്ടം നമ്മൾ നടത്തുന്നത് നമ്മുടെ ജഡീകമായിരിക്കുന്ന വെപ്പൺസ് കൊണ്ടല്ല, നമ്മുടേതായിരിക്കുന്ന മസിൽ പവർ കൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടല്ല, പിന്നെയോ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ഹല്ലേലൂയ ആ ബലത്തോടുകൂടെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നേരെ നിൽക്കാൻ ത്രാണിയില്ലാത്ത ഒരു ദൈവദാസനാണെങ്കിലും അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തിയുടെ ഹല്ലേലൂയ ശക്തിയോടുകൂടെ മാറി വിട്ടു പോ പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് പറന്നു പോകും. അതാണ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ആമേൻ മഹത്വം എന്ന് പറയുന്നത്. സ്തോത്രം. പലപ്പോഴും ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഭയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്ലെങ്കിൽ പിശാചിനറിയാം നമ്മളെ ഭയപ്പെടുത്തി ഈ ഭയം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിവിട്ടാൽ മാത്രമേ ആമേൻ നമ്മെ അവന് ജയിക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, വചനം പറയുന്നു, തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ വസിക്കുന്ന, നമ്മിൽ വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തിയെ കുറിച്ച് ഉള്ളതായ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ഒരു അന്യായ ശക്തിക്കും നമ്മെ ജയിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുറച്ച് വാക്കുകളോട് വായിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകേണ്ടത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം വിടുകയാണ്. നാലാമതായിട്ട് നമ്മിൽ വസിക്കുന്ന ശക്തി, വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മിൽ അധിവസിക്കുന്ന, ഇത് നമ്മൾ അനുദിനം ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഈ ശക്തിയുടേതായിരിക്കുന്ന മഹത്വം ഗ്രഹിക്കാതാണെങ്കിൽ പോലും ദൈവത്തിന് സ്തോത്രം, ആമേൻ, വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന സ്ഥാനങ്ങളിൽ പോലും കർത്താവ് നമ്മെ ജയോത്സവമായി നടത്തുന്ന വിധങ്ങളെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ദൈവത്തിന് സ്തോത്രം. എഫേസ്യർ 3:16-19 വേഗത്തിലൊന്ന് വായിക്കാം.
അവൻ തന്റെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണമെന്നും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും മതി. പ്രൈസ് ദി ലോർഡ്. അകത്തെ മനുഷ്യൻ നമ്മിൽ വ്യാപരിക്കുന്നവന്റെ ശക്തിയാൽ ഒന്നങ്ങോട്ട് ബലപ്പെടണം. സ്തോത്രം. എനിക്കത് പറ്റുമോ? എന്നെ കൊണ്ട് അതിന് കഴിയുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ വിടുതലാകുമോ? ഞാൻ പറഞ്ഞാൽ നടക്കുമോ? സ്തോത്രം. അകത്തെ മനുഷ്യന്റെ ബലം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ ഭരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അകത്തെ മനുഷ്യൻ ശക്തിയോടൊന്ന് ബലപ്പെടാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആമേൻ അതിനൊത്തവണ്ണം ആമേൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസിനൊത്തവണ്ണം സ്റ്റെപ്പുകൾ വെക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ അത്യന്ത ശക്തിയാണ് എന്നിൽ വസിക്കുന്നത് എന്ന് വിശ്വസിക്കാനുള്ള ഒരു നല്ല ഹൃദയം നമുക്കുണ്ടാകട്ടെ. കൊലോസ്യർ 1:27 മുതൽ 29 വരെ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതന എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അതിനായി ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പ്രൈസ് ദി ലോർഡ് നമ്മിൽ വ്യാപരിക്കുന്ന ഈ അത്യന്ത ശക്തിയുടെ വലിപ്പത്തിന് പവറിന് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കിട്ടിയത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുകയല്ല, കിട്ടിയതിനകത്ത് അഡ്ജസ്റ്റായി പോകുകയല്ല, പിന്നെയോ പോരാടിക്കൊണ്ട് പിന്നെ അധ്വാനിക്കുക. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമൻസ് 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആമേൻ. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഓ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പട്ടാളക്കാരുടേതായിരിക്കുന്ന കാവലും ഗവൺമെന്റിൻ്റെതായിരിക്കുന്ന ആമേൻ മുദ്രയും ഒക്കെ ഭേദിച്ച് സ്തോത്രം ഒരു കാരണവശാലും ഇനി അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റാലും വെളിയിൽ വരരുതെന്ന് നിശ്ചയിച്ച് നിർബന്ധ ബുദ്ധിയോടുകൂടെ ചെയ്ത സകലത്തെയും പൊളിച്ചുകൊണ്ട് യേശുവിനെ ഉയർപ്പിച്ച ശക്തി സ്തോത്രം. അത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് വേർപാടും വിശുദ്ധ ജീവിതവും നയിച്ച് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ഓരോ ദൈവ കുഞ്ഞുങ്ങളുമേലും വ്യാപരിക്കുന്ന ശക്തി ക്രിസ്തുവേശുവിനെ ഉയർപ്പിച്ച ശക്തി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അല്പം കൂടെ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ആമേൻ. അടുത്തതായിട്ട് നമ്മെ മാറ്റുന്ന ശക്തി. 1 തിമോത്തി 1 12, 13, 14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 തിമോത്തി chapter 1 verse 12 to 14. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി. എനിക്ക് ശക്തി നൽകിയ, ഇത് എന്റെ സ്വന്തം ശക്തിയല്ല, എനിക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയതല്ല, എനിക്ക് പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയതല്ല. സ്തോത്രം. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്നാ നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി. നമ്മൾ വഹിക്കുന്ന ശുശ്രൂഷകൾ നമ്മെ ആ ഭാഗത്ത് വിശ്വസ്തനെന്ന് എന്റെ കർത്താവ് എണ്ണിട്ടാക്കിയിരിക്കുകയാണ്. മുമ്പേ ഞാൻ ആരായിരുന്നു? മുമ്പേ ഞാൻ ദൂഷകൻ, ഉപദ്രവി, നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അത് ഞാനല്ല, അന്ന് ഈ വസ്തുത അറിയാതെ
അവിശ്വാസം മൂലം വന്നതായതുകൊണ്ട് കർത്താവ് അങ്ങ് ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണമേ, ഒരു കാലത്ത് നിഷ്ഠൂരനും കൊലപാതകയും ക്രിസ്ത്യാനെന്ന് പേരെടുത്തവരെ മുഴുവൻ കൊന്നുപിടിക്കുവാനുള്ള അധികാരപത്രങ്ങളൊക്കെ വാങ്ങിച്ച് പ്രൈസ് ദി ലോർഡ് അത്ര വൈരാഗ്യത്തോടുകൂടെ നീങ്ങിയ ഒരുവനെ പ്രൈസ് ദി ലോർഡ് ശൗലിനെ പൗലോസാക്കി മാറ്റുവാൻ തക്കണം വ്യാപരിച്ച ശക്തി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരായിരുന്നു പണ്ട്? നമ്മുടെ സ്വഭാവങ്ങൾ എന്തായിരുന്നു പണ്ട്? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം, ക്രിസ്തുവിന്റെ മക്കളായിത്തീരുവാൻ ഭാഗ്യം ലഭിച്ച ശേഷം, കർത്താവിന്റെ കൃപ നമ്മിൽ വ്യാപരിച്ചതിന് ശേഷം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വ്യത്യാസം കണ്ടോ? ആമേ, ആളെ മാറ്റുന്ന ശക്തിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടാലും സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ മറ്റൊരു പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് ഈ ശക്തിയുടേതായിരിക്കുന്ന ചില സ്റ്റേജസ്, ചില ഘട്ടങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർ 1:13. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെ ആയിരുന്നു? ഇരുട്ടിന്റെ അധികാരത്തിന്റെ കീഴിൽ, അന്ധതമസിൽ, അന്ധകാരത്തിലായിരുന്ന സ്ഥാനത്തു നിന്ന് പ്രൈസ് ദി ലോർഡ് ഈ ശക്തി നിമിത്തം, സുവിശേഷത്തിലൂടെ വ്യാപരിച്ച ഈ ശക്തി, ആമേൻ, എന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ 33 കോടി ദൈവങ്ങളെയും 6000 കോടി ദേവഗണങ്ങളെയും അത്രയും തന്നെ അസുരഗണങ്ങളെയും മറ്റ് ഭൂതപ്രേത പിശാചുക്കളുടെയും പിന്നാലെ പോയിരുന്ന വിഗ്രഹാരാധിയായിരുന്ന എനിക്ക്, ദൈവത്തിന് സ്തോത്രം, ആ അന്ധകാരത്തിലെ, ആ പാപത്തിന്റെ, ആ ഇരുട്ടിന്റെ അനുഭവത്തിൽ നിന്നും ആമേൻ ക്രിസ്തുവേശുവിലെ ഈ മഹാവെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ആ ശക്തി സുവിശേഷത്താൽ എന്റെ മേൽ പകർന്നു. ആമേൻ. ദൈവശബ്ദം കേൾക്കുന്ന മാന്യ മിത്രങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം. വിവിധ ജാതീയമായിരുന്ന, സാമുദായികമായിരുന്ന, പൗരോഹിത്യമായ പാരമ്പര്യ പശ്ചാത്തലങ്ങളിലായിരുന്ന നമ്മെ, സ്തോത്രം, ഈ സത്യദൈവത്തെ സ്തുതിച്ചാരാധിപ്പാൻ, സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ, വിശുദ്ധിയോടും വേർപാടുകളോട് ആരാധിപ്പാനും, ആ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി കൂട്ടുവേലക്കാരായി തീരുവാനും ഒക്കെ ഇടയാക്കി തീർന്നതിന്റെ പിന്നിൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഈ അന്ധകാരത്തിൽ നിന്നും, ഈ പാപപങ്കുലമായ അനുഭവങ്ങളിൽ നിന്നും, ഈ അടിമത്വങ്ങളിൽ നിന്നൊക്കെയും ആമേൻ ഈ ശക്തി നിമിത്തം വിടുവിക്കപ്പെട്ടത് കൊണ്ട് ആ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, സുവിശേഷത്തിന്റെ ശക്തിയാൽ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ മേൽ കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഇവിടെ വായിക്കുന്നു, നമ്മളെ വളർത്തുന്ന ശക്തി. സ്തോത്രം. ലോകത്തിലെ മുഴുവൻ ശക്തികളും നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തിയുടെ ഫലമായിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക്, അഥവാ വളർച്ചയുടെ, ആമേൻ, സ്റ്റേജിലേക്ക് വളരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 3:6-7. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരാക്കടെ മാത്രം, പ്രൈസ് ദി ലോർഡ്, പ്രവൃത്തി കൊണ്ടല്ല, അങ്ങനെയും ദൈവം ഉപയോഗിക്കാം. പുതിയ നിയമവിശ്വാസികളുടെ ജീവിതത്തില് വളർച്ച, പക്വത, ഫലമുണ്ടാക്കുന്ന ശക്തികളെ കുറിച്ചെല്ലാം ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ അപ്പോസ്തലനായി പറയുന്നുണ്ട്, ഞാൻ നട്ടു. ദൈവം തമ്പുരാൻ എന്നെ ഉപയോഗിച്ചതിന്, ഒരു കൂടിവരവന്റെ, ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം എന്നെ ഉപയോഗിച്ചത് നടുവാൻ. പക്ഷെ നിലം തമ്പുരാൻ ഒരുക്കിയിട്ടിരുന്നതിന് മുമ്പേ ഞാൻ പോയി നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ധാരാളം കൊണ്ട് വെള്ളം ഒഴിച്ചു. അനേകരുടേതായിരുന്ന പ്രയത്നം, അവരിൽ കൂടെ എല്ലാം വ്യാപരിച്ച ശക്തി നിമിത്തം
പ്രൈസ് ദി ലോർഡ്. എന്തായി? ഇന്ന് ഫലം കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക്, പക്വതയുള്ള ഒരു സ്റ്റേജിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫെസ്യർ 4:15-16. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്ന തലയോളം ശരീരം മുഴുവൻ ഒരു നമ്മുടേതായിരിക്കുന്ന ബോഡിയുടെ ആ ഒരു ഘടനയെ കുറിച്ച് പറയുകയാണ്. യുക്തമായി ചേർന്നു, അത് ഏകീഭവിച്ചു. ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ശക്തിയുടെ ഫലമായിട്ട് ആമേൻ ഒരു മനുഷ്യന്റെ ഒരു ബോഡി പാർട്സ് എന്നതുപോലെ ദൈവത്തിന് സ്തോത്രം പ്രോപ്പറായി ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുമുള്ള നാഡീ നരമ്പുകൾ സർവ്വ അവയവങ്ങളും പ്രോപ്പറായി ആമേൻ ഫങ്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ആമേൻ ഈ ശക്തിയുടെ ഫലമായി നമ്മിൽ ആ ഒരു ഫലം ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം വലിയവനാം ദൈവം കൃപ ചെയ്യുന്നു. അതിനായി ഞാൻ ദൈവത്തെ മഹിമപ്പെടുത്തുന്നു. അതിൽ മൂന്നാമതായി ആമേൻ നമ്മെ സംരക്ഷിക്കുന്ന ശക്തി, പവർ ഓഫ് പ്രൊട്ടക്ഷൻ. ആമേൻ. 1 കൊരിന്ത്യർ 10:13 ലൂക്കോസ് 4:1 തുടങ്ങിയ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. പരീക്ഷ. സ്തോത്രം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് നേരിട്ടിട്ടില്ല. ഇത് നേരിടുന്നതോ ദൈവം വിശ്വസ്തൻ. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയുണ്ടാകും. നോക്കണേ, പരീക്ഷകളുടെ ഒരു ദൈവ പൈതൃകത്തിന് പരീക്ഷ അനുഭവിക്കുന്ന ദൈവം അനുവദിക്കുമ്പോൾ ആദ്യം ദൈവം ചെയ്യുന്നത് ഈ പരീക്ഷയിൽ അവൻ പരാജയപ്പെടാതെ അവൻ വിടുതൽ പ്രാപിക്കാനുള്ള വക ഉണ്ടാക്കി വെച്ചിട്ടാണ് പരീക്ഷ കൊടുക്കത്തുള്ളൂ. നമുക്ക് യോബിന്റെ കാര്യം അറിയാം, പല കാര്യങ്ങളും നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പരീക്ഷയ്ക്ക് മുമ്പേ വിടുതൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിലൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവഹിതമായ കടന്നു പോയേ പറ്റത്തുള്ളൂ. നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നേരത്തെ കേട്ടതുപോലെ ലൂക്കോസ് 4:1 നമ്മൾ വായിക്കുമ്പം ആമേൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിശാച് അവനെ 40 ദിവസവും 40 ദിവസം 40 ദിവസവും പരീക്ഷ. അത് എപ്രകാരമുള്ള പരീക്ഷയായിരുന്നു മർക്കോസ് പറയുന്നു 1:12. ഈ 40 ദിവസവും പരീക്ഷിച്ച പരീക്ഷ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. കാട്ടുമൃഗങ്ങളോടുകൂടെ, വന്യമൃഗങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ മൃഗീയമായ ചില പരീക്ഷകളെ തരണം ചെയ്യേണ്ടി വന്നു. അല്ലാതെ സിംഹത്തോടും ആനയോടും കടുവയോടും കൂടെ പോരാടിയെന്നല്ല. മൃഗീയമായ, മനുഷ്യന് സഹിക്കുവാൻ കഴിയാത്ത അമാനുഷികമായിട്ടുള്ള സ്തോത്രം ദുഷ്ടതയേറിയ ചില പരീക്ഷകളെ സഹിക്കേണ്ടതായിട്ട് വന്നു എന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പരീക്ഷകളെ എല്ലാം വചനപ്രകാരം ജയിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം 40 ദിവസം കഴിഞ്ഞപ്പോൾ കല്ലിനോടൊപ്പമായി തീരാൻ പറയുക. കാരണം വന്നപ്പോൾ എല്ലാം വചനം കോട്ട് ചെയ്തുകൊണ്ട് പിശാചിനെ ജയിച്ചത് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജയിച്ച കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെടുന്ന ആമേൻ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ ജനം പ്രൈസ് ദി ലോർഡ് എങ്ങനെ പിശാചിനെ ജയിക്കണമെന്ന് ആമേൻ ഉള്ള നിലയിൽ ഒരു അധികാരം നമുക്ക് കൽപ്പിച്ചു തന്നു. ആമേൻ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അത് കഴിയും. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ,
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. സ്തോത്രം. ഈ അധികാരം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യുവാൻ തക്കോണം ഇടയായിത്തീരും. നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ ഒതുക്കിക്കളയുന്ന അന്യായ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെതായിരിക്കുന്ന ശക്തിയാൽ നമുക്ക് പവർ ആൻഡ് അതോറിറ്റി കിട്ടിയിരിക്കുകയാണ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗത്തുനിന്നും ആമേ പിൻവാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിന്റെ നാലാമതായി സാക്ഷിയാക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സാക്ഷ്യം വഹിക്കണമെങ്കിൽ എന്റെ ശക്തി, നിങ്ങൾ ശക്തി പ്രാപിക്കണം ആദ്യം. സ്തോത്രം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള മാനുഷികമായിരിക്കുന്ന നിങ്ങളുടെ ജ്ഞാനം കൊണ്ടോ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഈ സുവിശേഷത്തെ പ്രഘോഷിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. അതിന് സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നിങ്ങൾ പ്രാപിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ അത് പ്രാപിക്കാനായിട്ട് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ അവർ കൂടി വന്നതും അവരെ നിറച്ച നിറവും ഒക്കെ നമുക്കറിയാം. അതിലേക്ക് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു 10:32 പറയുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പ് ഞാനും ഏറ്റുപറയും. ആമേൻ. സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും ഭീഷണികൾ ഒത്തിരി വന്നാലും നമുക്കറിയാം, ഇന്നും നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യകളിലൊക്കെ ദൈവത്തിന് സ്തോത്രം ഇത്രമാത്രം ഭീഷണികളും പ്രതികൂലങ്ങളും നടക്കുമ്പോഴും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രൈസിനോട് ജീവൻ ബലി കൊടുത്തും അഭിഷക്തന്മാർ, മിഷണറിമാർ നിലനിന്ന് അധ്വാനിക്കുന്നതിന്റെ കാരണം ഈ ശക്തി അവരുടെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് അവരുടെ ജീവനെ കുറിച്ചോ അവരുടെ കുടുംബത്തെ കുറിച്ചോ അവരുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തയില്ലഞ്ഞിട്ടല്ല, പക്ഷെ അവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് സ്വർഗീയ മകുടങ്ങളെ വെടിഞ്ഞിട്ടാണ് ലോകത്തിലേക്ക് വന്ന് തന്റെ ജീവനെ അർപ്പിച്ച് ക്രൂശ് മരണത്തോളം അനുസരണ കാണിച്ച് എന്റെ പാപത്തിന് ശാപത്തിന് എനിക്ക് വേണ്ടി വിടുതൽ എന്റെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാണെന്നുള്ളതായ ഒരു സമർപ്പണം ഈ ശക്തി മൂലം അവർക്കുണ്ടായതാ. അല്ലാതെ അവരുടെ കുടുംബ മഹിമ കൊണ്ടോ അവരുടെ വിശ്വാസത്തിന്റെ ആഴം കൊണ്ടോ ഒരു ശ്രേഷ്ഠത കൊണ്ടോ അല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് സമ്പൂർണ്ണ വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന ഒരു ശക്തി. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ആമേൻ, ഞാൻ നല്ല പോർ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ചുമ്മാതുള്ള പോരാട്ടമൊന്നുമല്ല, എന്നിൽ വ്യാപരിച്ച ശക്തിയുടെ വലിപ്പത്തിനൊത്തവണ്ണമുള്ള പോര്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം എന്നിൽ ഭരമേൽപ്പിച്ചിരുന്നതായിരുന്ന ആ റേസ്, ആ ഓട്ടം ഞാൻ തികച്ചു. ഇടയ്ക്ക് വെച്ച് ഞാൻ പിന്മാറി ഓടിയില്ല. പ്രൈസിലോട് എന്നെക്കാൾ മുമ്പിൽ ഓടുന്ന ഓട്ടക്കാരെ കണ്ട് ഞാൻ തളർന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ലക്ഷ്യത്തോടുകൂടെ ഓടി, ഓട്ടം തികച്ചു. ദൈവം എന്നിൽ ഭരമേൽപ്പിച്ച വിശ്വാസത്തെ ഞാൻ കാത്തു. അതുകൊണ്ട് ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത്തെ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ധൈര്യത്തോടുകൂടെ, വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ, തന്നിൽ വ്യാപരിച്ച ശക്തിയോടെ പറയുകയാണ്, ഞാൻ ഹല്ലേലൂയ നല്ല പോർ പൊരുതു. നമ്മൾ പൊരുന്ന പോരൊക്കെ എങ്ങനെയാ? ഒരു ആത്മപരിശോധന നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് നല്ലതാ. ദൈവത്തിന് സ്തോത്രം. നല്ല പോര്. ആമേൻ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ഒരിക്കലും ജഡീകങ്ങളാകരുത്. കോട്ടകളെ തകർക്കുന്ന ദൈവശക്തിയാൽ, വചനത്തിന്റെ ശക്തിയാലായിരിക്കണം നമ്മുടെ പോരുകൾ നടത്തപ്പെടേണ്ടത്. അതിന് പറയുന്ന പേരാണ് നല്ല പോര്. ഞാൻ നല്ല പോർ പൊരുതു. ദൈവത്തിന് സ്തോത്രം. ഈ സാക്ഷ്യം ഓരോ ദൈവ പൈതലും പറയുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട്, നമ്മുടെ ഡെയിലി ലൈഫിൽ, അനുദിന ജീവിതത്തിൽ ഈ ദൈവശക്തി നമ്മിൽ വ്യാപരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമതായിട്ട് സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമ്മെ വീണ്ടെടുത്ത, നമ്മെ ദൈവകൃപയിലാക്കിയ
കർത്താവിന്റെ സന്നിധിയിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് ഹിതമാവണ്ണം നിലനിന്ന് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ആമേൻ ഹല്ലേലൂയ അധ്വാനിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരുവാനുമുള്ളതായ ഒരു സമ്പൂർണ്ണ സമർപ്പണം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചാൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്തെന്നാൽ നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ളതായിരിക്കണം. ബുദ്ധിയുടെ പ്രമാണത്തിലല്ല, ആരാധനയിൽ ബുദ്ധി ഉണ്ടാകണം. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. എന്താണ് ആ ബുദ്ധിയിൽ തെളിഞ്ഞു വരേണ്ടത്? ആമേൻ. പലകരും പറയും ആമേൻ സ്തോത്രം, മനുഷ്യൻ പുറമേ ഉള്ള നോക്കുമ്പോൾ ദൈവമോ അകമേയുള്ളവനെ നോക്കും, ദൈവത്തിന് സ്തോത്രം. എന്നാൽ പുറമേ അകമേ ഉള്ളത് പുറത്ത് വരുമ്പോൾ ആമേൻ സ്തോത്രം പുറമേ ഉള്ളതിൻ്റെതാക്കുന്ന പ്രകടനം അവിടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുള്ള ആരാ? ശരീരം ജീവനുള്ളതായിരിക്കണം, വിശുദ്ധിയുള്ളതായിരിക്കണം. പിന്നെയോ എന്റെ യാഗത്തിലും യാഗവസ്തുവിലും ദൈവം തമ്പുരാൻ പ്രസാദിക്കണം, ഊനമില്ലാത്തതായിരിക്കണം. ചൊറിയോ പാടോ ചതവോ ഒടിവോ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ ഞൊണ്ടലോ ഒന്നുമുണ്ടാകാതെ വണ്ണം ഊനമല്ലാത്തതായിരിക്കണം ദൈവത്തിന് കൊടുക്കേണ്ടുന്ന യാഗം. പ്രൈസ് ദി ലോർഡ്. തോന്നിയതുപോലെല്ലാം ജീവിച്ചിട്ട് ലോകത്തിൽ അതിന്റെ നിലയിൽ ജീവിതം നയിച്ചിട്ട് ആമേൻ ദൈവസനെ കടന്നു വന്നിട്ട് ഒരു സ്തോത്രം പറയുന്നതല്ല ആരാധന. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി നമ്മെ ലോകത്തിൽ എവിടെയെല്ലാം ഏതെല്ലാം സ്ഥാനങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്നു അവിടെയൊക്കെ അതിൻ്റെതായിരിക്കുന്ന വിശ്വസ്തയോടും പവിത്രതയോടും കൂടെ നിലനിൽപ്പാനും പ്രാപ്തമാക്കുന്ന ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് നടക്കത്തില്ല എങ്കിൽ, അത് വിരുദ്ധമായത് ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ ആമേൻ നമ്മളൊരു സെൽഫ് എക്സാമിനേഷൻ നടത്തണം. എന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഏത്? ആകാത്ത ശക്തി നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായാൽ നമ്മൾ അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടേ മതിയാകത്തുള്ളൂ. വേഗത്തിൽ മുമ്പോട്ട് പോകാം. രണ്ടാമത്തത് വിശ്വാസം. സ്തോത്രം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം, 2 കൊരിന്ത്യർ 1:20 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ സ്തോത്രം 2 കൊരിന്ത്യർ 1-ാം അധ്യായം 20-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങൾ, അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ദൈവികമായ വാഗ്ദത്തങ്ങളെ വിശ്വാസമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ജീവിതം. പ്രൈസ് ദി ലോർഡ്. 1 തിമോത്തി 4:13-16 സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ നിർഭരമായ ജീവിതമായിരിക്കണം. ദൈവവചന ധ്യാനം, കൂട്ടായ്മ, ആമേൻ, ഹോളിനെസ് ആൻഡ് സെപ്പറേഷൻ, വിശുദ്ധിയും വേർപാടും, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമാറാകണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവസാനമായിട്ട് ഹല്ലേലൂയ സ്തോത്രം. അവസാനമായി ഈ ശക്തി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താം എന്നുള്ളതാണ്. അത് നമ്മൾ വായിച്ചു. എഫെസ്യർ 3:20. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ അത്യന്ത ശക്തിയെ നമ്മൾ നിലനിർത്തണം. ശക്തിയുടെ വലിപ്പത്തെ ചെറുതായി കാണരുത്. ഈ ശക്തിയുടെ വലിപ്പത്തെ വിവരിക്കുവാനായി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ചോദിച്ചതിലും ഞാൻ നനച്ചതിലും, അതായത് ആമേൻ, ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് എന്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചതിനെ പോലെ അല്ല, എനിക്ക് കിട്ടിയതോ ദൈവത്തിന് സ്തോത്രം അവന്റെ ശക്തി, അളവറ്റ ശക്തിക്ക്, അവന്റെ ആ ശക്തിക്കേറ്റ അളവുക്ക് അത്യന്തംപരമായി കിട്ടി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ മലയാളത്തിൽ വായിക്കുന്ന എന്റെ കൃപ നിനക്ക് മതിയെന്ന, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ മൈ ഗ്രേസ് ഈസ് സഫീഷ്യന്റ് ഫോർ ദീ എന്ന. സഫീഷ്യന്റ് ആയിട്ടാണ് ദൈവം തരുന്നത്. ജസ്റ്റ് കാര്യങ്ങൾ നടന്നു പോകത്തക്ക രീതിയിലല്ല, അത് മതി, അതായാലും മതി അല്ല, സഫീഷ്യന്റ് ആയിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം വരെ, അതായത് നമ്മുടെ ധാരണകൾക്കും നമ്മുടെ ചിന്തകൾക്കും കഴിവുകൾക്കും ഒക്കെ മേലാണ് ഈ ശക്തി എന്നത് നാം നന്നായി മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി ഇതിന്റെ നേച്ചർ ഓഫ് ദിസ് പവർ, ഇതിന്റെ ഒരു സ്വഭാവം, റോമർ 4:17 മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നതായ ഒരു ശക്തി. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ മരിച്ചതുപോലെ, നഷ്ടപ്പെട്ടതുപോലെ, ഇനിയും പ്രാർത്ഥിച്ചിട്ട് പോലും കാര്യമില്ല എന്ന് പറയുന്ന, നമ്മൾ എഴുതിത്തള്ളി ഇതിലെ ഗോൺ കേസ് എന്ന് പറയുന്നതിനെ പോലും ജീവിപ്പിക്കുവാൻ പര്യാപ്തമായ, അതുപോലെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യത്തോടുള്ള ബന്ധത്തിൽ അതിനെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നതാണ് ഈ ശക്തിയുടേതാണ് ഒരു സ്വഭാവം. എഫേസ്യൻസ് 1:19-20 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്,
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ആമേൻ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുകയല്ലത്. ആ അളവറ്റ വലിപ്പം ഇന്നതെന്ന്. അപ്പൊ ഈ ശക്തിയുടെ സ്വഭാവം എന്താണ്? ഇത് അളവറ്റതാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ കരുതുന്നതിനും ഒക്കെ അത്യന്തപരമായുള്ളതാ ദൈവത്തിന് സ്തോത്രം. ആമേൻ. പിന്നെ എങ്ങനെ ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാം? മാത്യു 9:29 എന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണ്. ഓ സ്തോത്രം, ഹല്ലേലൂയ. കുരുടന്മാര് വന്ന് പറഞ്ഞപ്പോ സ്തോത്രം, വിശ്വസിക്കുന്നു വെച്ചാൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഇത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. ഒന്നാമതായിട്ട് വിശ്വാസത്താൽ ഇത് പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് നമ്മൾ നേരത്തെ വായിച്ചു. ആമേൻ. പ്രവൃത്തികൾ 1:8 കാത്തിരുന്ന് പ്രാപിക്കണം. ശക്തി ലഭിക്കുവോളം പ്രൈസ് ദി ലോർഡ് കാത്തിരുന്ന് ഈ ശക്തിയെ നമ്മൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ അടുത്തതായിട്ട് യോശുവ 1:8 ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഈ ശക്തി നമ്മിൽ നിലനിർത്തുവാൻ തക്കവണ്ണം, പ്രാപിപ്പാൻ തക്കവണ്ണം ആമേൻ വചനത്തിൽ ഉറപ്പും ധൈര്യവും, ദൈവത്തിൽ ഉറപ്പും ധൈര്യവും നമുക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 2 Corinthians 12:9 നമ്മൾ നേരത്തെ കേട്ടു. എന്റെ കൃപ നിനക്ക് മതി. നമ്മുടെ ദൗർബല്യങ്ങളെ, അത് ബലഹീനതയെ തികയ്ക്കുന്ന ദൈവശക്തിയാക്കി മാറ്റുവാൻ ആമേൻ ഈ ശക്തിയാൽ നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മുടെ ലിമിറ്റേഷൻസിനെ, പരിമിതികളെ ഈ ശക്തി മൂലം മറികടക്കാനായിട്ട് സാധിക്കും. ആമേൻ സ്തോത്രം. മത്തായി 19:26. ആമേൻ സ്തോത്രം. ഫിലിപ്പിയൻസ് 4:13. ഫിലിപ്പിയൻസ് 4:13 ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലതിലും ബലഹീനനാണ്, ഞാൻ പലതിലും കഴിവുകെട്ടവനാണ്, എന്നെ കൊണ്ട് അസാധ്യമാണ്. എന്നാൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തി എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ആ ശക്തിയിലൂടെ എനിക്ക് സകലവും സാധ്യമായി തീരും. പിന്നീട് ഈ ശക്തി നമ്മുടെ ഉള്ളിൽ വലിയ പരിവർത്തനങ്ങളെ ഉണ്ടാകും. നമ്മൾ കേട്ടു അപ്പോസ്തലൻ പൗലോസിന്റെ കാര്യങ്ങൾ, പല വാക്യങ്ങളുടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സമയം വളരെ മുമ്പോട്ട് പോയതുകൊണ്ട് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഈ ദൈവശക്തി ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർ യഥാർത്ഥമായി അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ദൈവമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ഭാവിയിലേക്കുള്ള കേവലം ഒരു വാഗ്ദാനം മാത്രമല്ല, പിന്നെയോ അതിപ്പോഴേ നമ്മിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പവറാണ്, നമ്മിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി. അത് നമ്മൾ അനുഭവിച്ച് അനുദിനം ഹല്ലേലൂയ ഈ ശക്തിയെ പുതുക്കാണ്ടക്കണം, പോരാടിക്കൊണ്ട് അധ്വാനിക്കുമാറാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതൊരു യാഥാർത്ഥ്യമായ വസ്തുതയാണ്. നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവശക്തി നമ്മെ നിലനിർത്തുവാനും അതിന്റെ പവർ വർദ്ധിപ്പിക്കുവാനും തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടേതാകുന്ന പരിമിതികളിൽ നിന്നും നമ്മുടേതായിരിക്കുന്ന കഴിവുകളിൽ നിന്നും ചിന്തകളിൽ നിന്നും എല്ലാം ഒന്ന് വഴിമാറി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുവാനും ദൈവത്തിന്റെ ശക്തിയാൽ നയിക്കപ്പെടുവാനും ഇന്ന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. എങ്കിൽ കർത്താവ് നമ്മിൽ പ്രസാദിപ്പാൻ ഇടയായി തീരും. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ അത്യന്ത ശക്തിയിൽ നിലനിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ഇനിയും അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനങ്ങളാ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടുകൂടെയും ആമേൻ പ്രസ്തുത ആമേൻ വചന ശുശ്രൂഷയിൽ നിന്നും ഞാൻ തൽക്കാലം വിരാമം കുറിക്കുന്നു. ആമേൻ. അവസരം ഒരുക്കിയ പ്രാർത്ഥനാധ്വനി പ്രാർത്ഥനാസൂര്യയുടെ ഭാരവാഹികൾക്കും സഹകാരികളായ എല്ലാവർക്കും ആമേൻ ആമേൻ കർത്തനാമത്തിലുള്ള നന്ദിയും സ്നേഹത്തെയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. May God bless us all. Thank you. Praise the Lord.